അസ്സലാമലൈക്കും. മറക്കടാ നായിന്റെ മോനെ സലാം മറക്ക്. ജയ ശ്രീ പോയി പറയടാ. സമൂഹത്തിൽ എന്ത് കോമാളിത്തരം പറഞ്ഞാൽ അല്ലെങ്കിൽ ആളെ എന്ത് കരിയാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെക്കാളും മണ്ണന്മാരുള്ള കുറെ പേരുണ്ടെന്നുള്ള അവരെ സപ്പോർട്ടിന് അവരുടെ വീഡിയോസിൽ കമന്റ് ഇടാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്നുള്ള ഒറ്റ തോന്നലിൽ നിന്നാണ് യാതൊരു ഉളുപ്പില്ലാണ്ട് മറ്റുള്ളവരെ കളിയാക്കാൻ തെറി പറയുകയും യൂട്യൂബ് സ്ട്രീമേഴ്സ് എന്ന് പറഞ്ഞ ക്യാമറ ഓണാക്കി പിടിച്ച് ഇമാരി പേക്കൂത്ത് കാണിക്കുന്നത് നിങ്ങളിടുന്ന ഓരോ കമന്റ് സെക്ഷനും ഓരോ ഇവന്മാർക്ക് കൊടുക്കുന്ന ഓരോ ഫാൻസ് പേജുകളും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും 2K കിഡ്സ് എന്ന് പറഞ്ഞ കളിയായിക്കൊണ്ടിരിക്കുന്ന ഇവന്മാർക്ക് സമൂഹത്തിൽ നെഗറ്റീവായിട്ടിരിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സംഭവം എന്നുള്ളൂ. പോസിറ്റീവായിട്ടിരിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു, അതിനേക്കാളും കൂടുതൽ ആൾക്കാർ സപ്പോർട്ടുള്ളൂ നെഗറ്റിവിറ്റി ചെയ്യുമ്പോഴാണെന്നുള്ളൂ. സ്വന്തം കൂട്ടുകാരനെ തലയിൽ പൊളിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടുകാർ തെറി പറയുമ്പോൾ സ്വന്തം പഠിപ്പിക്കുന്ന ആൾക്കാരുടെ ചങ്ക് കുത്തിപ്പറപ്പിച്ച് വരുമ്പോൾ ഇവന്മാർ തോന്നൽ എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇമാര് യൂട്യൂബ് സ്ട്രീമേഴ്സ് ഫുള്ളായിട്ട് ഇവന്മാർ വഴിതിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്നാൽ ഇവന്മാർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് നമ്മൾ 2K കിഡ്സ് എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് കിട്ടുന്ന കോൺഫിഡൻസിന് ചെറിയൊരു അംശം ഇമാര് യൂട്യൂബ് സ്ട്രീമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവന്മാർ കൊടുക്കുന്ന ആത്മധൈര്യം. കാരണം സമൂഹത്തിൽ എപ്പോഴും നെഗറ്റീവായിട്ടിരിക്കാനും തെറി പറയുന്നു മറ്റൊരു കളിയാക്കുന്ന കുറ്റം പറയുന്നതാണ് ഇന്നത്തെ കാലത്ത് വലിയ സംഭവം എന്നുള്ളത്. മറ്റുള്ളവരുടെ ഇമോഷന് യാതൊരു വിലയും കൊടുക്കണ്ട എന്നുള്ളത്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ കമന്റിനും ഓരോ വീഡിയോസിനും ഓരോ പോസ്റ്റിനും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനിയന്മാർ, നിങ്ങളുടെ കസിൻസ്, നിങ്ങളുടെ ചുറ്റുമുള്ളവർ, നിങ്ങളുടെ താഴെയുള്ളവർ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമാരി വാണങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണെന്നുള്ള ഒരു സ്വല്പം ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാനേ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2025 തുടങ്ങിയ പിന്നെ കേരളത്തിൽ യാതൊരു ഇമോഷണൽ വിലയില്ലാണ്ട് നടക്കുന്ന കൊലപാതകങ്ങൾ. ഇതിനെല്ലാം പിന്നെ ഇവന്മാരാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവന്മാർക്കെല്ലാം കിട്ടുന്ന ആത്മധൈര്യത്തിന് അല്ലെങ്കിൽ കോൺഫിഡൻസിന്റെ ചെറിയൊരു അംശം ഇമ്മാർ യൂട്യൂബ് സ്ട്രീമേഴ്സ് നൽകുന്നുണ്ടെന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലും തെറ്റും പറയാനില്ല. കാരണം എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ എന്ത് കോമാളിത്തരം കാണിച്ചാലും എന്ത് നെഗറ്റിവിറ്റി ആണെങ്കിലും എന്ത് കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാലും ഇത് സപ്പോർട്ട് ചെയ്യാനും ഇതിനെ മാത്രം പ്രൊമോട്ട് ചെയ്യാനും കുറെ ആൾക്കാരുണ്ട് എന്നുള്ള ഒറ്റ പിൻബലത്തിന്റെ പേരിൽ ഇവന്മാർക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ധൈര്യം വന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ അറിഞ്ഞോ അറിയാണ്ടോ നിങ്ങൾക്ക് താഴെയുള്ള ആൾക്കാർ വഴിതെറ്റിക്കാനുള്ള വലിയ ഓപ്ഷനായിട്ട് ഇമാർ യൂട്യൂബ് സ്ട്രീമേഴ്സിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവന്മാർ ചെയ്യുന്ന കണ്ടെന്ന് പറഞ്ഞാൽ വേറൊരാളെ കളിയാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് റിലീസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവർ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ പക്ക സാഡിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ആൾക്കാർ. കാരണം എന്ന് പറഞ്ഞാൽ വേറൊരാളെ കളിയാക്കുന്നുള്ളത്, വേറൊരാളെ തെറി പറയുന്നുള്ളത്, വേറൊരാളെ നെഞ്ചത്ത് കയറുന്നതിലൂടെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നിന്നുള്ള ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഇമാരി വീഡിയോസ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആകെ എന്താ ഇനി പറയാം ആസ്വദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സീരിയസ്ലി നിങ്ങൾ പക്ക സാഡിസ്റ്റ് മെന്റാലിറ്റി ഉള്ള. കാരണം എന്ന് പറയുമ്പോൾ ഇവർക്ക് വേറെ രീതിയിലുള്ള കണ്ടന്റുകൾ ഒന്നും പ്രചരിപ്പിക്കാതെ, കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കളിയാക്കാൻ തെറി പറയാൻ ഒറ്റ കണ്ടന്റ് അറിയുള്ളൂ. അത് വേറൊരാളെ കളിയായിക്കൊണ്ടായിരിക്കും. സ്വന്തം ഒന്നെങ്കിൽ സ്വയം കോമളി അല്ലെങ്കിൽ മറ്റുള്ളവരെ കോമളിയാക്കാം. ആ ഒരു വീഡിയോസിലൂടെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പക്ക നിങ്ങളും സാഡിസ്റ്റ് മെന്റാലിസ്റ്റ് ആണ്. കാരണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങന്മാരെയോ കളിയാക്കുന്ന വീഡിയോ എടുത്ത് അല്ലെങ്കിൽ തെറി പറഞ്ഞ വീഡിയോ എടുത്തിട്ട് അവന്മാർ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ വേറെ തന്നെ അമ്മ അല്ലെങ്കിൽ വേറെ തന്നെ പെങ്ങൾ അല്ലെങ്കിൽ വേറെ തന്നെ സഹോദരൻ അല്ലെങ്കിൽ വേറെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരെ കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. സ്വന്തം വീട്ടുകാരെ കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ലോജിക്കാണ് അതിനകത്തുള്ളത്? കാരണം എന്ന് പറയുമ്പോൾ തൊപ്പി സായിപ്പ് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടുതലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറൊരാളെ ഇമോഷൻ യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻസും കൊടുക്കാണ്ട് പക്ക തെറി വിളിച്ചു പറയാം അല്ലേ. ഇത് കണ്ടിട്ടാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അവന്മാർ സ്വയം കോമാളിയാകുക, നിക്കറിൻ്റെ ഉള്ളിൽ ചോറ് വാരിയിട്ടിട്ടും അതേപോലെ തന്നെ അങ്ങനെയുള്ള സ്വയം കോമാളികളാവുന്നൊക്കെയാണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ തൊട്ട് താഴെയുള്ള അനിയന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കസിൻസ് ഇവരെല്ലാം ഈ രീതിയിൽ മറ്റുള്ളവരെ കളിയാക്കുന്നു, മറ്റുള്ളവരെ തലയിൽ പൊളിക്കുന്നു അല്ലെങ്കിൽ മറ്റവരോട് അടിയുണ്ടാക്കുന്നതാണ് സംഭവം എന്നുള്ളത് കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിന് അമ്മമാർ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം എന്ന് പറയുമ്പോൾ നിങ്ങളാണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. തൊപ്പി എന്ന് പറഞ്ഞാൽ ഇന്നലെ മാമു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒപ്പം വലിഞ്ഞു കയറി വന്നവൻ ഇന്ന് സ്വന്തമായിട്ട് മറ്റുള്ളവരെ തെറി വിളിക്കുന്ന സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന സപ്പോർട്ട് അത് നിങ്ങളെന്നോ. ഇന്ന് ഓരോ ദിവസവും മറ്റുള്ള തെറി വിളിച്ചും കളിയാക്കൊണ്ട് മാത്രം വരുന്ന യൂട്യൂബ് സ്ട്രീമേഴ്സ് വരുന്നു, അവർക്ക് കിട്ടുന്ന ഇൻകം കൂടുന്നു. ആ സമയം ഞാൻ ഭയങ്കര സംഭവം എന്നിരുന്നാൽ പോലും ഇതേപോലെ തെറി പറഞ്ഞ് സ്ട്രീം ചെയ്യാൻ നമുക്കും പറ്റാത്തതുകൊണ്ടെന്നല്ല. കേരളത്തിൽ ജനിച്ച ഒരുമാതിരി ബോധമുള്ള എല്ലാവർക്കും നല്ല പച്ചയ്ക്ക് തെറി വിളിക്കാനുള്ളേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യാതെ എനിക്ക് അങ്ങനെ കിട്ടുന്ന റീച്ച് വേണ്ടെന്നുള്ള സ്വയം ബോധം എനിക്കുള്ളതുകൊണ്ടാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ മറ്റുള്ളവർ തെറി വിളിക്കുന്നതാണ് റീച്ച് കൂടുതലെന്ന് തോന്നിയിട്ടും നമ്മൾ ആ വഴിക്ക് പോകുന്നത് നമുക്ക് ബോധമുള്ളതുകൊണ്ടാണ്. പക്ഷെ സമൂഹത്തിൽ 100% ലിറ്ററസി എന്ന് പറഞ്ഞു ഒരു പഞ്ചാബിക്കാരൻ നമ്മളെ കളിയാക്കിയപ്പോൾ നിങ്ങൾക്ക് അത് ചോദിച്ചിട്ടുണ്ടെന്നില്ല, അതേ 100% ലിറ്ററസീസ് ആണെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഇമ്മാരിയുള്ള വാണങ്ങളെ നമ്മൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓരോ ദിവസം ഓരോരോ കൂട്ടന്മാരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ പറയുന്നു ഇപ്പോഴും നിങ്ങൾ ഒരാളാണ്. നിങ്ങളിടുന്ന ഓരോ കമന്റുകളാണ്, നിങ്ങൾ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഓരോ ഫാൻസ് പേജുകളാണ്, നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കട്ടഡ് വീഡിയോസാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പറയുന്നു 10 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ മുഴുവൻ
ഇങ്ങനെ ഇതുപോലെയുള്ള കോമാളികൾ പെരുകിക്കൊണ്ടേയിരിക്കും. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നു, നമ്മളെ താഴെയുള്ളവരെ കാണിക്കുന്നു ഇമ്മാരി പേക്കൂത്തുകളാണ് അല്ലേ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കമന്റിൽ ഇട്ടു. ഓക്കെ.